ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് DNA എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. നമ്മുടെ ഈ മൂവിയിലെ നായകൻ്റെ പേരാണ് ആനന്ദ്. അവനൊരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. ബ്രേക്കപ്പായിട്ട് കുറേ നാളായെങ്കിലും അവൻ ഇതുവരെ ആ ട്രോമയിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. നമ്മളുടെ ഇതിലെ നായികയെക്കുറിച്ച് പറയാനാണെങ്കിൽ അവളുടെ പേരാണ് ദിവ്യ. അവൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതിനാൽ തന്നെ അവൾക്ക് വരുന്ന ഒരു കല്യാണാലോചനയും നടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നായകൻ അവളുടെ ഈ അസുഖമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ വിവാഹം ചെയ്യാണ്. അങ്ങനെ നമ്മുടെ നായിക ദിവ്യ പ്രഗ്നൻ്റ് ആവുന്നു. അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾ പറയാണ് ഇത് തൻ്റെ കുഞ്ഞല്ല, തൻ്റെ കുഞ്ഞ് എവിടെയെന്ന്. എന്നാൽ ഇത് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. കാരണം റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് ഇത് അവരുടെ കുട്ടി തന്നെയാണെന്നാണ്. എന്നാൽ ദിവ്യയാകട്ടെ പിന്നെയും അത് തന്നെയാണ് പറയുന്നത്, ഇത് തൻ്റെ കുട്ടി അല്ല എന്ന്. അങ്ങനെ ആനന്ദ് പോലീസിൽ കേസൊക്കെ തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ പോലീസും ആനന്ദും കൂടി അവൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ആനന്ദ് ഒരു വൃദ്ധയായ സ്ത്രീയെ കാണുകയാണ്. കയ്യിൽ പലഹാര സഞ്ചികളുമായി പലഹാരം വിൽക്കാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന സ്ത്രീയായിരുന്നു അവർ. എന്നാൽ ആ കച്ചവടത്തിൻ്റെ മറവിൽ ശരിക്കും അവർ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്നും പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളെ കടത്തലാണ്. ഇത് നമ്മുടെ നായകന് മനസ്സിലാവുകയും ആ വൃദ്ധയുടെ പുറകെ നമ്മുടെ നായകൻ പോകുകയും ചെയ്യാണ്. അങ്ങനെ അവർ പോലീസ് പിടിയിലാവുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്യുമ്പോൾ ആ വൃദ്ധ പറയുന്നത് സാധാരണ താൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ കുഞ്ഞിനെ കടത്താറുള്ളൂ എന്നാണ്. എന്നാൽ നമ്മുടെ നായകൻ്റെ കുഞ്ഞിനെ കടത്താൻ അവർക്ക് വേറൊരാളാണ് കൊട്ടേഷൻ തന്നത് എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ ദിവ്യയുടെയും ആനന്ദിനെയും കുഞ്ഞിനെ കടത്തിയ യഥാർത്ഥ ആളുടെ അടുക്കൽ തന്നെ അവർ വരുന്നുണ്ട്. അത് വരദരാജൻ എന്ന ആളായിരുന്നു. അങ്ങനെ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. കുട്ടികളെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുക എന്നത് അയാളുടെ സ്ഥിരം ജോലിയായിരുന്നു. അങ്ങനെ ഈ വരദരാജൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വരികയാണ്. എന്നാൽ അവർക്ക് ഒരു സാധാരണ കുട്ടി പോരായിരുന്നു. ഒരു പ്രത്യേക ജാതിയിലും രാശിയിലുമുള്ളൊരു കുട്ടിയായിരുന്നു വേണ്ടത്. അങ്ങനെയാണ് നായികയുടെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിലെ നഴ്സിൻ്റെ സഹായത്തോടെ നായികയുടെ കുഞ്ഞിനെ മാറ്റിയതും അവിടെ വേറൊരു കുഞ്ഞിനെ കിടത്തിയതും. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നായകനാകട്ടെ ഈ വരദരാജനുമായി ഒരു വലിയ ഫൈറ്റ് തന്നെ നടത്തി തൻ്റെ കുഞ്ഞിനെ തിരിച്ച് സ്വന്തമാക്കുകയാണ്.